നിലമ്പൂരിൽ ഞങ്ങളുടെ കരുത്തനായിട്ടുള്ള സഖാവ് എം സ്വരാജാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി. സ്വരാജിൻ്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കപ്പെട്ടത് മുതൽ നിലമ്പൂരിൽ വലിയ ആവേശത്തോടു കൂടിയാണ് ജനങ്ങൾ സ്വീകരിച്ചിട്ടുള്ളത്. ഇന്നലെ നിങ്ങളെല്ലാം ശ്രദ്ധിച്ചിരിക്കും, മുഖ്യമന്ത്രി പങ്കെടുത്തിട്ടുള്ള നിയോജക മണ്ഡലം കൺവെൻഷനായിരുന്നു. ഞങ്ങൾ ഉദ്ദേശിച്ചത് ഒരു 4,000 ആളുകളെ പങ്കെടുപ്പിച്ച് മാക്സിമം ഒരു നിയോജക മണ്ഡലം കൺവെൻഷൻ നടത്താനാണ്. മഴക്കാലമാണ്, അത്രയൊക്കെ സൗകര്യങ്ങളുള്ളൂ എന്നെല്ലാം കരുതിയിട്ട് അങ്ങനെയാണ് കരുതിയത്. പക്ഷേ ഇന്നലെ മുഖ്യമന്ത്രിയുടെ പരിപാടിയിലേക്ക് ജനങ്ങൾ ഒഴുകിയെത്തുകയായിരുന്നു എന്നുള്ളതാണ്. ആ വന്ന ജനങ്ങൾ എല്ലാം CPMൻ്റെ അനുഭാവികൾ മാത്രമല്ല, ഒരുപാട് വ്യത്യസ്തമായ രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട ആളുകളടക്കം അവിടെ സ്വരാജിൻ്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ മുഖ്യമന്ത്രിയുടെ പ്രസംഗം കേൾക്കാൻ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേതാക്കളുടെ പ്രസംഗം കേൾക്കാൻ, സ്ഥാനാർത്ഥിയെ കാണാൻ ഒഴുകിയെത്തുന്ന ഒരു കാഴ്ച കണ്ടിട്ടുണ്ട്. പലപ്പോഴും നമ്മൾ പറയാറുണ്ട് ജനക്കൂട്ടം വോട്ടായിട്ട് മാറില്ല എന്ന്. പക്ഷേ അവിടുത്തെ ട്രെൻഡ്, അവിടെ ഞാൻ പോയിട്ടുണ്ടായിരുന്നു, അത് ഒരു വ്യത്യസ്തം തന്നെയാണ്. സ്വരാജിന് അനുകൂലമായി യുവാക്കളുടെ ഇടയിൽ കക്ഷിരാഷ്ട്രീയ ഭേദമായിട്ട് വലിയ മുന്നേറ്റമുണ്ടായിട്ടുണ്ട്. പിന്നെ ഈ ഗവൺമെൻറ്റിൻ്റെ വികസന പ്രവർത്തനങ്ങൾ, ഇപ്പോൾ നിലമ്പൂർ ആശുപത്രി തന്നെ അതിന് വലിയ ഉദാഹരണമാണ്. കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ സമയത്താണ് ആശുപത്രി മെച്ചപ്പെടുത്താൻ നമ്മൾ പണമൊക്കെ അനുവദിച്ച്, പണ്ടത്തെ ആശുപത്രി അല്ലല്ലോ ഇപ്പോൾ. അപ്പോൾ സ്കൂളുകൾ നിലമ്പൂർ മണ്ഡലത്തിലുള്ളത്, അതുപോലെ റോഡുകൾ, ഇതെല്ലാം ജനങ്ങളുടെ കൺമുമ്പിൽ കാണുന്ന കാഴ്ചയാണ്. അതെല്ലാം കാണുന്ന ജനങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വോട്ട് ചെയ്യും. അപ്പോൾ എന്തായാലും സഖാവ് സ്വരാജ് ജയിക്കും, നല്ല ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അല്ല, അങ്ങനെ ആർക്കും ഭീഷണിയാവുന്നില്ലല്ലോ. അദ്ദേഹം അവിടുത്തെ വോട്ടറാണ്. അദ്ദേഹത്തിന് മത്സരിക്കാനോ മത്സരിക്കാതിരിക്കാനോ ഉള്ള സ്വാതന്ത്ര്യമുണ്ട്. അദ്ദേഹം തുടക്കത്തിൽ മത്സരിക്കുന്നില്ലെന്ന് പറഞ്ഞു, ഇപ്പം മത്സരിക്കാൻ തീരുമാനിച്ചു. മത്സരിക്കട്ടെ. അദ്ദേഹം മാത്രമല്ലല്ലോ, വേറെയും നിരവധി സ്ഥാനാർത്ഥികൾ ഉണ്ടല്ലോ. അപ്പോൾ അവരെല്ലാം മത്സരിക്കട്ടെ. അപ്പോൾ ജനങ്ങളല്ലേ തിരഞ്ഞെടുക്കേണ്ടത്. ജനങ്ങൾ തിരഞ്ഞെടുക്കുന്നത് നിലമ്പൂർ മണ്ഡലത്തിൻ്റെ വികസനത്തിനു വേണ്ടിയും അതുപോലെ നേരും നെറിയുമുള്ള രാഷ്ട്രീയത്തിനും വേണ്ടിയാണ്. അൻവർ UDFിൽ വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം മുസ്ലിം ലീഗ് VD സതീശനെതിരെ രംഗത്ത് വരുന്ന സാഹചര്യം പോലും ഇതൊന്നും നമുക്ക് അറിയുന്നില്ല. കാരണം UDFിൻ്റെ ഏതെങ്കിലും ഒരു കക്ഷിയുടെ മീറ്റിങ്ങിൽ നമ്മളാരും പങ്കെടുക്കുന്നതല്ല. അതിനകത്ത് എന്തെങ്കിലും നടന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന് പറയാൻ ഞാനാളല്ല. അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർ പരിഹരിക്കട്ടെ, അല്ലാണ്ട് നമുക്ക് അതൊന്നും നമ്മളെ ബാധിക്കുന്നു. ഇപ്പോൾ എനിക്ക് പറയാം, ഞാൻ CPIMൻ്റെ സെൻട്രൽ കമ്മിറ്റി മെമ്പറാണ്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരു പ്രവർത്തകയാണ്. അപ്പുറത്തെ ക്യാമ്പിൽ എന്താ നടക്കുന്നവർ ആരെയൊക്കെ കാണാൻ പോകുന്നു, അതിൻ്റെ അർത്ഥം എന്താണ്, ഇതൊന്നും നമ്മൾ പറയേണ്ട കാര്യമല്ല. അത് അവർ തന്നെ പറയട്ടെ, അവർ കൈകാര്യം ചെയ്യട്ടെ. ഞാനതിലൊന്നും പ്രതികരിക്കുന്നില്ല. ഈ നവകേരളമായിട്ട് ബന്ധപ്പെട്ട് ലക്ഷക്കണക്കിന് പണമാണ് പിരിച്ചിരിക്കുന്നത്. അതിൻ്റെ തെളിവുകളടക്കം വേണമെന്നുണ്ടെങ്കിൽ TV പ്രദർശിപ്പിക്കുന്നതാണ് അൻവർ എന്നൊരു ഭീഷണി തുടങ്ങിയത്. ഏത് നവകേരളം? നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് അവിടുത്തെ വ്യാപാരികളിൽ നിന്ന് ലക്ഷക്കണക്കിന് രൂപയാണ് പിരിച്ചിരിക്കുന്നത്. മന്ത്രിമാർക്ക് പങ്കുണ്ടെന്നാണ് അൻവർ ഉയർത്തിയത്.